ആ വിഷ്ണുവിന്റെ സേവകനല്ലേ? എങ്കിൽ നോക്കാം, നിന്റെ ഈ അന്ത്യനിമിഷത്തിലെങ്കിലും നീ ആരാധിക്കുന്ന വിഷ്ണു സംരക്ഷിക്കാൻ വരുമോ എന്ന്. ആരെ വേട്ടയാടുമെന്നും ആർക്കിരയാവുമെന്നും ഇന്ന് കണ്ടറിയാം. ആരാണോ ഇപ്പോൾ ഇവിടെ ഇല്ലാത്തത് അവരെയാണ് വിളിക്കേണ്ടത്. അങ്ങിപ്പോൾ ശകാരിക്കുന്നതാരെയോ അവിടുന്ന് എല്ലായിടത്തുമുണ്ട്, എല്ലാറ്റിലുമുണ്ട്, എങ്ങും വ്യാപിച്ചു കിടക്കുന്നു. അവിടുന്ന് ഈ സഭയിൽ പങ്കുചേർന്നിരിക്കുന്ന ഓരോ അസുരനിലും പ്രാണിയിലും തൂണിലും തുരുമ്പിലും വരെ പ്രത്യക്ഷനാണ്. മൂഢസന്തതി, പോലെ എന്തൊക്കെയാണ് നീ പുലമ്പുന്നത്? കണ്ടില്ലേ, എവിടെയാണവൻ? ഇവിടെയെങ്ങും നമുക്ക് അവനെ കാണാൻ സാധിക്കുന്നില്ലല്ലോ. നിന്റെ വിഷ്ണു എല്ലായിടത്തും ഉണ്ടല്ലേ? അങ്ങനെയാണെങ്കിൽ അവൻ ഈ തൂണിലും ഉണ്ടായിരിക്കേണ്ടതല്ലേ? തീർച്ചയായും ഉണ്ട്. വിഷ്ണു ഇവിടെ തന്നെ ഉണ്ടാകുമെന്ന് നീ കരുതിക്കോളൂ പുത്ര. എന്നാൽ ഈ കാണുന്ന തൂണിൽ അവനില്ല എങ്കിൽ ഇന്ന് ഈ ഹിരണ്യകശിപു ഈ രാജസഭയിലെ എല്ലാവരും കാണെ നിന്റെ ശിരസ് തുണ്ടം തുണ്ടമായി വിച്ഛേദിച്ചിരിക്കും. നിന്റെ വിഷ്ണു ഭഗവാനെ ഞാൻ വെല്ലുവിളിക്കുന്നു. എന്നിൽ നിന്നും നിന്നെ സംരക്ഷിക്കാനാകുമെങ്കിൽ അങ്ങനെ ആവട്ടെ. തങ്ങളുടെ ഭക്തനെ സംരക്ഷിക്കാനായി എന്ത് ചെയ്യുമെന്ന് കണ്ടറിയാം. നീ ഇപ്പോൾ തിരിച്ചറിയുക, അഖില ബ്രഹ്മാണ്ടം വാഴും ചക്രവർത്തിയാണ് നാം. ബ്രഹ്മദേവനന്റെ നാഭിയിൽ ജനിച്ചു. നാമാണ് സർവസൃഷ്ടാവ്. നാം ആകുന്നു ഭൂലോക രക്ഷകൻ. മൂഢ, നീ കാണുക, നാം നരനുമല്ല, 4 കാലുള്ള മൃഗവുമല്ല. നാമാണ് നരസിംഹം. അസ്തമിച്ചു गर्जना से भस्म हुए धूर्त सब धड़ से होगा सर अलग टुकड़े होंगे आतड़ियों के हरी हुए उग्र हरी हुए